ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ്. കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം, അല്ലേ? ഏകീകൃതമായിട്ടുള്ള ഒരു പെൻഷൻ സ്കീം കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് കാലമായിട്ട് പുതിയ ന്യൂ പെൻഷൻ സ്കീമിനെതിരായിട്ട് ഒരുപാട് പരാതികൾ ഗവൺമെൻറ് എംപ്ലോയീസ് മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരം എന്ന രീതിയിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ത് ചെയ്തിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്താണ് ഈ ഒരു സ്കീം എന്ന് പറയുന്നത്, എപ്പോൾ മുതലാണ് ഇത് നടപ്പിലാക്കാൻ പോകുന്നത്, എന്തിനാണ് ഈ ഒരു സ്കീം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ എന്തിനാണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കേണ്ടതുണ്ട്, നമുക്ക് ഓൾഡ് പെൻഷൻ സ്കീം എന്തായിരുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓൾഡ് പെൻഷൻ സ്കീമിന് ശേഷം വന്നിട്ടുള്ള വളരെ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ സ്കീമുണ്ട്. അതായിരുന്നു ഇത് ന്യൂ പെൻഷൻ സ്കീം ഉണ്ടായിരുന്നു, മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീം സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പേര് വന്നിട്ടുള്ള ഈ സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ OPS-നെ കുറിച്ചും NPS-നെ കുറിച്ചും അതിനോടൊപ്പം UPS-നെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ ആണല്ലോ? വരൂ നമുക്കതൊന്ന് നോക്കാം. പുതിയതായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അശ്വിനി വൈഷ്ണവായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവാണ് ഈ ഒരു കാര്യം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പെൻഷൻ്റെ രീതികൾ മാറാനായിട്ട് പോവുകയാണെന്ന് വെച്ചാൽ ഒരു ബാലൻസിലേക്ക് കാര്യങ്ങൾ പോകാനായിട്ട് പോകുന്നു എന്ന് പറയുന്നു. എന്താണത്? 2 പ്രധാനപ്പെട്ട വാക്കുകളാണ് മന്ത്രി ഉപയോഗിച്ചത്: അഷ്വേർഡ് പെൻഷനും അഷ്വേർഡ് മിനിമം പെൻഷനും. അഷ്വേർഡ് മിനിമം പെൻഷനും, അതായത് 2 തലങ്ങളാണ്. ഒന്നെന്താണ്, എന്തായാലും റിട്ടയർ ആകുന്ന ഒരാൾക്ക് ഓരോ മാസവും ഉറപ്പുള്ള ഒരു പെൻഷൻ എമൗണ്ട് കിട്ടുമെന്ന് പറയുന്നു. ഇനി ഉറപ്പുള്ളൊരു പെൻഷൻ എമൗണ്ട് കിട്ടും, അത് ഏതെങ്കിലും പെൻഷൻ എമൗണ്ട് ആകാം. വളരെ കുറഞ്ഞൊരു പെൻഷൻ എമൗണ്ട് ആണെങ്കിലോ അങ്ങനെ ഒരു കാര്യവും എന്താണ്, പേടിക്കേണ്ടതില്ല. കാരണം ഒരു അഷ്വേർഡ് മിനിമം പെൻഷൻ എമൗണ്ട് ഉണ്ടാകുമെന്നാണ് എന്ത് ചെയ്യുന്നത്, മന്ത്രി പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? സോ ദർ ഈസ് ആൻ അഷ്വേർഡ് പെൻഷൻ, ഉറപ്പുള്ള ഒരു പെൻഷൻ എമൗണ്ട് ഉണ്ട്. പക്ഷേ ആ എമൗണ്ട് വളരെ ചെറുതായി പോവുകയുമില്ല. ഒരു മിനിമം ബാർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പെൻഷൻ കിട്ടുമെന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലേക്ക് എന്തായാലും പെൻഷൻ തരും നിങ്ങൾക്ക്. അതായത് ഒരു മിനിമം എമൗണ്ട് എന്തായാലും ഉണ്ടാകും എന്നും എന്ത് ചെയ്യുന്നു, അദ്ദേഹം പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ യൂണിഫൈഡ് പെൻഷൻ സ്കീം, UPS എന്ന് പറയുന്ന യൂണിഫൈഡ് പെൻഷൻ സ്കീം അഥവാ ഏകീകൃത പെൻഷൻ സ്കീം എന്ന് മുതലാണ് വരുന്നത് അറിയോ കൂട്ടുകാർക്ക്? 1 ഏപ്രിൽ 2025, അതായത് അടുത്ത വർഷം ഏപ്രിൽ 1-ാം തീയതി, അതായത് അടുത്ത സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കം മുതലാണ് എന്ത് ചെയ്യുന്നത്, ഇത് എഫക്റ്റിൽ വരാൻ പോകുന്നത്. അതായത് ഈ ഡേറ്റിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, UPS നിലവിലേക്ക് വരാൻ പോകുന്നത് എന്ന കാര്യം കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഇനി നിലവിൽ നമുക്കറിയാമല്ലേ, ഇപ്പോൾ നാഷണൽ പെൻഷൻ സ്കീം അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സിസ്റ്റം എന്നൊക്കെ പറയുന്ന രീതിയിൽ ന്യൂ പെൻഷൻ സ്കീം എന്ന് പറയുന്ന ഒരു രീതി എന്ത് ചെയ്യുന്നുണ്ട്, നിലവിലുള്ള നമ്മളുടെ എന്താ പറയുക, വർക്ക് ചെയ്യുന്ന ആളുകളെയും എല്ലാവരെയും കവർ ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റമാണ്. ഇനി എന്ത് ചെയ്യുന്നുണ്ടറിയോ, നമുക്ക് ഈ ഒരു സിസ്റ്റം വേണമോ അതോ പുതിയ സിസ്റ്റത്തിലേക്ക് മാറണമോ, ടു ചൂസ് ബിറ്റ്വീൻ ദീസ് 2 സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ദർ ഈസ് എൻ ഓപ്ഷൻ, ആളുകൾക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ നിലവിലുള്ള NPS തന്നെ മതിയോ അതോ UPS-ലേക്ക് മാറേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു എന്ത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷൻ ആർക്ക് കൊടുക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന കാര്യവും കൂട്ടുകാരെന്ത് ചെയ്യുക, ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഇനി നിലവിലുള്ള പ്ലാൻ അനുസരിച്ച് ഏതാണ്ട് 23 ലക്ഷം സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിനെ എന്ത് ചെയ്യും, ഈ ഒരു രീതി, പുതിയ രീതി എന്ത് ചെയ്യും, സഹായിക്കും, ബെനിഫിറ്റ് ചെയ്യും. സോ ഇത് എത്ര പേരെയാണ് ഏതാണ്ട് ബെനിഫിറ്റ് ചെയ്യുന്നത്? കേന്ദ്രമന്ത്രിയുടെ ഒരു കണക്ക് പ്രകാരം 23 ലക്ഷം സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിനാണ് എന്ത് ചെയ്യുന്നത്, ഇതുകൊണ്ടുള്ള ഗുണം ലഭിക്കാനായിട്ട് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇനി അതിനോടൊപ്പം അദ്ദേഹം പറയുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ കൂടി ഇതിലേക്ക് ഇടപെടുകയാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് അറിയാം, എംപ്ലോയീസിൻ്റെ തൊഴിലെടുക്കുന്ന ആളുകളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താ പറയുക, ഈ UPS എന്ന് പറയുന്നത് വളരെയധികം എന്താണ്, NPS-ൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒന്നായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി സ്റ്റേറ്റുകളിലും കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ഇത് കൊടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ഉദ്യോഗസ്ഥരും എന്ത് ചെയ്യും, ശക്തമായിട്ട് ഇത് തന്നെ വേണമെന്ന് വാദിക്കും. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും എന്ത് ചെയ്യേണ്ടി വരും, ഇത്തരത്തിലുള്ള ഒരു പെൻഷൻ സ്കീം തന്നെ കണക്കാക്കേണ്ടതായിട്ട് വരും. അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ കൂടി ഇതിലേക്ക് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അറൗണ്ട് 90 ലക്ഷം ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഗുണം കിട്ടാനായിട്ട് പോകുന്നത്. And as we discussed earlier, there is an existing NPS എടുക്കണോ അതോ മേ സ്വിച്ച് ടു UPS എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഉള്ള സ്ഥിതിക്ക് ആളുകളും എന്ത് ചെയ്യും, കൃത്യമായി നോക്കിയിട്ട് ഏത് വേണമെന്ന രീതിയിൽ തിരഞ്ഞെടുത്തിട്ട് അവരും
ജമ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി NPS, ന്യൂ പെൻഷൻ സ്കീം അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ സ്കീം ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ എ കോൺട്രിബ്യൂഷൻ മോഡൽ. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഒരു കോൺട്രിബ്യൂഷൻ മോഡലായിരുന്നു. ഇതിനിടയ്ക്ക് നമ്മൾ എന്താണ് ഓൾഡ് പെൻഷൻ സ്കീം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓൾഡ് പെൻഷൻ സ്കീമിൽ ഒരു കോൺട്രിബ്യൂഷൻ മോഡായിരുന്നില്ല. ന്യൂ പെൻഷൻ സ്കീം എന്താണ്? ഒരു കോൺട്രിബ്യൂഷൻ മോഡായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ ന്യൂ പെൻഷൻ സ്കീം, അതായത് ഇപ്പോൾ ഓൾറെഡി നിലവിലുള്ള ഈ ന്യൂ പെൻഷൻ സ്കീം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം April 1, 2004 മുതലാണ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. April 1, 2004 മുതലാണ് ഈ ന്യൂ പെൻഷൻ സ്കീം എന്ന് പറയുന്ന ഈ ഒരു രീതി നിലവിൽ വന്നിരുന്നത്. അതിന് മുമ്പ് ഉണ്ടായിരുന്നത് ഏതായിരുന്നു? ഓൾഡ് പെൻഷൻ സ്കീമും ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? സോ ഓൾഡ് പെൻഷൻ സ്കീം ഉണ്ടായിരുന്നു. April 1, 2004 മുതൽ ന്യൂ പെൻഷൻ സ്കീമായി. ഇനി എപ്പോഴാണ്? തൊട്ടടുത്ത വർഷം, സാമ്പത്തിക വർഷം April 1 മുതൽ 2025 മുതൽ യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്നത് എന്ത് ചെയ്യുകയാണ്? ഗവൺമെൻറ് മുന്നോട്ടിറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്? സോ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്? ഏറ്റവും ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പുതിയ ഗവൺമെൻറ്റിൻ്റെ ഈ രീതിയുടെ പ്രധാനപ്പെട്ട 2 വാക്കുകൾ അഷ്വേർഡ് പെൻഷൻ, ഉറപ്പുള്ള പെൻഷൻ എന്നും അഷ്വേർഡ് മിനിമം പെൻഷൻ, ഉറപ്പുള്ള മിനിമം പെൻഷൻ തന്നിരിക്കും എന്നുമാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെൻറ് പറയുന്നത്. എന്ന് മുതലാണ് നിലവിൽ വരുന്നത്? അടുത്ത സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കം മുതൽ 2025 April 1 മുതൽ. ഇനി ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അവർക്ക് നിലവിലുള്ള നാഷണൽ പെൻഷൻ സ്കീമിൽ തുടരണോ അതോ യൂണിഫൈഡ് പെൻഷൻ സ്കീം ഏകീകൃത പെൻഷൻ പദ്ധതിയിലേക്ക് മാറണമോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് തീരുമാനിക്കാൻ പറ്റും. സെൻട്രൽ ഗവൺമെൻറ്റിൽ 23 ലക്ഷം എംപ്ലോയീസിന് നിലവിൽ എന്ത് ചെയ്യുകയാണ്? ഗുണം ചെയ്യുന്ന ഈ ഒരു രീതി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ കൂടി ഏറ്റെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 90 ലക്ഷത്തോളം ആളുകളിലേക്ക് അത് വ്യാപിക്കും. സ്വിച്ച് ചെയ്യാനുള്ള അവകാശമുണ്ട്. NPS എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു കോൺട്രിബ്യൂഷൻ മോഡലായിരുന്നു. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ്? ഒരു പെൻഷൻ ഫണ്ടിലേക്ക് ജോലി എടുക്കുന്ന ആളും ജോലി കൊടുത്തിരുന്ന ആളും എന്ത് ചെയ്യണം? എമൗണ്ടുകൾ ഓരോ മാസവും ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഈ എമൗണ്ട് നിറഞ്ഞു വരും. ഈ എമൗണ്ടാണ് എന്ത് ചെയ്യുന്നത്? പെൻഷൻ ആവുന്ന സമയത്ത് ആൾക്ക് ബാക്കി ഉണ്ടാവുക ന്യൂ പെൻഷൻ സ്കീം പ്രകാരം. അതിലൊരു സർട്ടൺ എമൗണ്ട് ഇങ്ങേർക്ക് എടുക്കാം. ബാക്കി സർട്ടൺ എമൗണ്ട് എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് മാസം പൈസ കിട്ടുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതായിരുന്നു ബേസിക്കലി ഏതിൻ്റെ കാര്യം? നാഷണൽ പെൻഷൻ സ്കീം ഒരു രീതി. നമ്മൾ ഉടനെ കാണുന്നതായിരിക്കും. നാഷണൽ പെൻഷൻ സ്കീം നിലവിൽ വരുന്നത് എപ്പോഴായിരുന്നു? April 1, 2004. ഇത്രയും കാര്യം മനസ്സിലാക്കിയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ മുഴുവൻ കഥ നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓൾഡ് പെൻഷൻ സ്കീം എന്താണെന്നും ന്യൂ പെൻഷൻ സ്കീം, നാഷണൽ പെൻഷൻ സ്കീം എന്തായിരുന്നു എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഓൾഡ് പെൻഷൻ സ്കീമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ദിസ് വാസ് എ ലൈഫ് ലോങ് ഇൻകം ഡ്യൂറിങ് ഓർ ആഫ്റ്റർ ദ റിട്ടയർമെൻറ്റ് ഓർ പോസ്റ്റ് റിട്ടയർമെൻറ്റ്. അതായത് പെൻഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആള് റിട്ടയർ ചെയ്ത് ജീവിതകാലം മൊത്തത്തിൽ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള പോസ്റ്റ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആയിരുന്നു ഓൾഡ് പെൻഷൻ സ്കീമിലെ പെൻഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി പെൻഷൻ എങ്ങനെയാണ് കണക്കാക്കിയിരുന്നത്? പെൻഷൻ വാസ് ബേസ്ഡ് ഓൺ എ പ്രീ ഡിറ്റർമിൻഡ് ഫോർമുല. നേരത്തെ കണക്കാക്കിയിരുന്ന ഒരു പ്രത്യേക ഫോർമുല അനുസരിച്ചിട്ടായിരുന്നു എന്തുണ്ടായിരുന്നത്? എത്രയാണ് ഓൾഡ് പെൻഷൻ സ്കീം എന്ന് പറയുന്ന ഒരു രീതി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? സോ ഓൾഡ് പെൻഷൻ സ്കീം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു കൂട്ടുകാർ മനസ്സിലാക്കണം? ഈ ഒരു പ്രീ ഡിറ്റർമിൻഡ് ഫോർമുല പ്രകാരമായിരുന്നു. ഈ പ്രീ ഡിറ്റർമിൻഡ് ഫോർമുല നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അവസാനം ആ പ്രീ ഡിറ്റർമിൻഡ് ഫോർമുല പ്രകാരം ഏതാണ്ട് 50%, എത്രയാണ്? 50% ഓഫ് ലാസ്റ്റ് ഡ്രോൺ സാലറി. ഒരാൾ റിട്ടയർ ആവുകയാണ് എന്ന് വിചാരിക്കുക, 2024 റിട്ടയർ ആവുകയാണെന്ന് വിചാരിക്കുക. ഈ കൊല്ലം എടുക്കണ്ട, നമുക്ക് 1999 ഒരാൾ റിട്ടയർ ആവുകയാണെങ്കിൽ അദ്ദേഹം എടുത്ത ലാസ്റ്റ് ഡ്രോ, അവസാനം അദ്ദേഹത്തിൻ്റെ സാലറി എത്രയായിരുന്നു? ആ സാലറിയുടെ ഏതാണ്ട് 50% വരുമായിരുന്നു ഈ പർട്ടിക്കുലർ ഫോർമുല പ്രകാരം കണക്കാക്കി വരുന്ന സമയത്ത് പെൻഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് 50% ഓഫ് ദ ലാസ്റ്റ് ഡ്രോൺ സാലറി ഓഫ് ദാറ്റ് പേഴ്സൺ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതായിരുന്നു ഓൾഡ് പെൻഷൻ സ്കീം പ്രകാരം അദ്ദേഹത്തിന് കിട്ടിയിരുന്ന എന്തെന്ന് പറയുന്നത്? അദ്ദേഹത്തിന് കിട്ടിയിരുന്ന പെൻഷൻ എന്ന് പറയുന്നത്. ഓൾസോ നിങ്ങൾ DA എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് ഡിയറൻസ് അലവൻസ് എന്ന് കേട്ടിട്ടില്ലേ? ഡിയറൻസ് അലവൻസ്, DA എപ്പോഴാണ്? വർക്ക് ചെയ്യുന്ന സമയത്താണ് ഡിയറൻസ് അലവൻസ് കിട്ടുക, DA എന്ന് പറയുന്നത് കിട്ടുക. ഇനി ഡിയറൻസ് റിലീഫ് ഉണ്ട്. ഈ ഡിയറൻസ് റിലീഫ് എന്താ അറിയോ കൂട്ടുകാർക്ക്? നമ്മളിപ്പോൾ ഇത് ക്ഷാമബത്ത എന്ന് പറയില്ലേ, അതുപോലെ തന്നെ എന്താണ് ഡിയറൻസ് റിലീഫ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ആ ഡിയറൻസ് റിലീഫ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? അത് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ? ട്വൈസ് എ ഇയർ, ഒരു വർഷത്തിൽ 2 തവണ റിവിഷൻ ചെയ്യും. എന്തുകൊണ്ടാണ്? കാരണം നമുക്കറിയാം എന്താണ് ഇൻഫ്ലേഷൻ ഈസ് എ റിയാലിറ്റി അല്ലേ? സാധനങ്ങളുടെ വില കൂടാം, സാഹചര്യങ്ങൾ മാറാം. അപ്പോൾ ഇതിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഓരോ വർഷവും 2 തവണ വെച്ചിട്ട് ഡിയറൻസ് റിലീഫ്
പെൻഷനായവർക്ക് ഡിയറൻസ് റിലീഫ് എന്നാണ് പറയുക, അല്ലാത്തവർക്കാണ് ഡിയറൻസ് അലവൻസ് എന്ന് പറയുന്നത്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഡിയറൻസ് റിലീഫ് എന്ത് ചെയ്യും? ട്വൈസ് എ ഇയർ എന്ത് ചെയ്യും? അത് റിവിഷൻ ചെയ്യുകയും ഓൾഡ് പെൻഷൻ സ്കീം അനുസരിച്ച് ചെയ്യുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതിന് പുറമെ എന്തുണ്ടായിരുന്നു? ഇവർക്ക് ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു ഫോർ ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട്. എന്താണ് ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട്? അതായത് ഓരോ മാസവും അവർക്ക് എന്ത് ചെയ്യാം? ഒരു ഫണ്ടിലേക്ക്, ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് എന്ത് ചെയ്യാം? ഓരോ മാസവും അവർക്ക് ഇട്ടുകൊണ്ടേയിരിക്കാം. ഇട്ടിട്ട് റിട്ടയർമെൻറ്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതൊരു എമൗണ്ട് ആയി മാറും. ഇത് റിട്ടയർ ആവുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഇത് വേണമെങ്കിൽ എടുക്കുകയോ അവർക്ക് എന്താണ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് തോന്നുമോ ആ രീതിയിൽ അത് എന്ത് ചെയ്യാം? ഉപയോഗിക്കാമായിരുന്നു. ഇങ്ങനെ ഒരു ഫണ്ട് കൂടി ഓൾഡ് പെൻഷൻ സ്കീമിൽ ഉണ്ടായിരുന്നു. സോ 50% കിട്ടുമായിരുന്നു അല്ലെ, DRന്റെ എന്താണ് റിവിഷൻ നടത്തി കിട്ടുമായിരുന്നു. ഒരു എന്താണ് ലംസം എമൗണ്ട് കിട്ടുന്ന രീതിയിൽ ഒരു ജനറൽ പ്രൊവിഡന്റ് ഫണ്ടും ഓൾഡ് പെൻഷൻ സ്കീമിൽ ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇവിടുത്തെ പ്രശ്നം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഓൾഡ് പെൻഷൻ സ്കീം നിർത്തലാക്കാൻ കാരണം കൂട്ടുകാരൻ ആലോചിച്ചു. കൂട്ടുകാരെ, ഗവൺമെന്റ് ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഗവൺമെന്റ് ബെയേഴ്സ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ദ പെൻഷൻ. പെൻഷന്റെ പേരിലുള്ള എക്സ്പെൻഡിച്ചർ ആരാണ് ബെയർ ചെയ്യുന്നുണ്ടായിരുന്നത്? അത് ഗവൺമെന്റ് ആണ് ബെയർ ചെയ്യുന്നുണ്ടായിരുന്നത്. അതായത് ഈ പെൻഷൻ കൊടുക്കാനായിട്ട് പ്രത്യേകമുള്ള ഒരു എന്താ പറയുക ഫണ്ട് ഒന്നുമില്ല. മനസ്സിലാവുണ്ടോ? സോ ഇറ്റ് വാസ് ലൈക്ക് ആൻ അൺഫണ്ടഡ് ലയബിലിറ്റി ഫോർ ദ ഗവൺമെന്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഓരോ വർഷം കഴിയുന്തോറും പെൻഷൻ ആവുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ? ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് പ്രത്യേകമായിട്ടുള്ള ഒരു ഫണ്ടോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കോർപ്പസോ ഫണ്ടോ ഒന്നും തന്നെ എന്തുണ്ടായിരുന്നില്ല? നമുക്കുണ്ടായിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഇതെന്തായിരുന്നു? ഓരോ വർഷം കൂടുന്തോറും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു രീതി വളരെ അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു രീതിയായിട്ട് ഗവൺമെന്റ് കണക്കാക്കി. വളരെ അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു രീതിയായിട്ട് ഗവൺമെന്റിന് തോന്നുകയാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇനി ഈ ഒരു ജനറൽ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന ഇതൊക്കെ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. കാരണം ന്യൂ പെൻഷൻ സ്കീമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ന്യൂ പെൻഷൻ സ്കീം ആർക്ക് വേണമെങ്കിലും എടുക്കായിരുന്നു. ഇത് പക്ഷേ എങ്ങനെയാണ്? ഓൾഡ് പെൻഷൻ സ്കീമിന്റെ ഈ രീതി എങ്ങനെയാണ്? ഇത് ഗവൺമെന്റ് എംപ്ലോയീസിനാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, പക്ഷെ ഈ എംപ്ലോയീസിന്റെ മുഴുവനായിട്ട് എന്താണ് ഈ രീതിയിൽ 50% ഓഫ് എന്താ പറയുക ലാസ്റ്റ് ഓൺ സാലറി വെച്ചിട്ട് പെൻഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുക. ഡിയറൻസ് റിലീഫ് എന്താ പറയുക വർഷത്തിൽ 2 തവണ വെച്ചിട്ട് റിവിഷൻ ചെയ്തിട്ട് ആ എമൗണ്ട് ആഡ് ചെയ്യുക. ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നാൽ അത് അൺസസ്റ്റൈനബിൾ ആണ്. അതിനുവേണ്ടി പ്രോപ്പർ ഒരു ഫണ്ടിങ്ങും ഇല്ല എന്നെന്താണ് കൃത്യമായിട്ട് ഗവൺമെന്റിന് മനസ്സിലാക്കുകയും ഗവൺമെന്റ് 2004 ഇതെന്ത് ചെയ്യുകയാണ്? ഡിസ്കണ്ടിന്യൂ ചെയ്യുകയുമാണ്. മനസ്സിലാവുന്നുണ്ടോ? നിർത്തലാക്കുകയാണ്. 2004 മുതൽ നമുക്ക് അവൈലബിൾ ആകുന്നത് പുതിയ പെൻഷൻ രീതിയാണ്, പുതിയ പെൻഷൻ സ്കീമാണ്, ന്യൂ പെൻഷൻ സ്കീമാണ്. ഇനി ഇതിനിടയിൽ ഒരു ഒയാസിസ് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്താണ് ഈ ഒയാസിസ് എന്നറിയോ കൂട്ടുകാർക്ക്? ഓൾഡ് ഏജ് സോഷ്യൽ ആൻഡ് ഇൻകം സെക്യൂരിറ്റി. എന്താണ് ഓൾഡ് ഏജ് സോഷ്യൽ ആൻഡ് ഇൻകം സെക്യൂരിറ്റി? അതാണ് OASIS, ഒയാസിസ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ബേസിക്കലി പറയുകയാണെന്ന് വെച്ചാൽ ഇതൊരു അൺഓർഗനൈസ്ഡ് സെക്ടർ ഉണ്ടല്ലോ, അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ആളുകൾക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമായിരുന്നു. അതായത് അൺഓർഗനൈസ്ഡ് സെക്ടറിലെ ആളുകൾക്ക് പെൻഷൻ ഒന്നുമില്ല അല്ലേ? അപ്പോൾ ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിലെ ആളുകളോട് അവർക്ക് 3 ടൈപ്സ് ഓഫ് ഫണ്ടുകൾ കൊടുക്കുകയാണ്. 3 ടൈപ്സ് ഓഫ് ഫണ്ടുകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ബേസിക് ഫണ്ട്, സ്റ്റേബിൾ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ഫണ്ടുകൾ, അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ബേസിക് ഫണ്ട്, സ്റ്റേബിൾ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 3 ഫണ്ടുകളുണ്ട്. ഇതിൽ ഏത് ഫണ്ടിൽ വേണമോ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് കുറച്ച് എമൗണ്ട് ഓരോ മാസവും ഇടാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ എമൗണ്ട് ഉണ്ടല്ലോ, ഈ ഫണ്ട് ഉണ്ടല്ലോ, ഈ ഫണ്ട് മാനേജ് ചെയ്യുന്ന 6 ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്. 6 ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്. ഈ ഫണ്ട് മാനേജേഴ്സ് ഈ ഫണ്ട് എന്ത് ചെയ്യും? ഇവരിടുന്ന ഈ ഫണ്ട് എന്ത് ചെയ്യും? അത് അവർ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇക്വിറ്റിയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവരെന്ത് ചെയ്യും? അവർ ഇൻവെസ്റ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവസാനം ഇവരിങ്ങനെ കുറച്ച് എമൗണ്ട് ഇട്ടിട്ട് ഇവർ റിട്ടയർ ആവുന്ന സമയമാകുമ്പോഴേക്കും ഈ എമൗണ്ട് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒരു വലിയ റിട്ടേണിലേക്ക് എത്തിയിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അതിൽ എന്തുണ്ട്? അതിലൊരു റിസ്ക് എലമെന്റ് ഉണ്ട് അല്ലേ? ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധനത്തിന് എന്തുണ്ട്? മാർക്കറ്റ് അനുസരിച്ചായിരിക്കും അതിൻ്റെ റിട്ടേൺ കിട്ടുക എന്നുള്ളൊരു റിസ്ക് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഈ ഒയാസിസ് എന്ന് പറയുന്ന രീതി കുറച്ച് എന്തായി ഇവർക്ക് നല്ലതാണെന്ന് തോന്നി. കാരണം എന്താണ്? ഇവരുടെ റിട്ടയർമെന്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് എന്താ കൊടുക്കുന്നത്? ഇവർക്ക് കൊടുക്കുന്നത് ഇവരിട്ട എമൗണ്ടിന്റെ എന്താണ് ആ പെർസെൻറ്റേജ് കൊടുക്കുന്നത്. അല്ലാണ്ട് എന്താണ് ഗവൺമെന്റ് സെപ്പറേറ്റ് ആയിട്ട് സാലറി ഇത്ര പെർസെൻറ്റേജ് ഞങ്ങൾ എപ്പോഴും പെൻഷൻ തന്നോളാം എന്ന് പറയുന്നില്ല. ഈ ഒയാസിസിന്റെ രീതി ഗവൺമെന്റിന് എന്താണ് അട്രാക്റ്റീവായിട്ട് തോന്നുകയും ആ ഒരു രീതിയുടെ ചില കാര്യങ്ങൾ ഇവിടേക്ക് അവർ സ്വീകരിക്കുകയും ചെയ്തിട്ടാണ് ന്യൂ പെൻഷൻ സ്കീം എന്ന് പറയുന്ന ഒരു രീതി എന്ത് ചെയ്യുന്നത്? പുറത്തോട്ട് വരുന്നത്. എന്തായിരുന്നു ന്യൂ പെൻഷൻ സ്കീം? ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ന്യൂ പെൻഷൻ സ്കീം 1 ജാനുവരി
2004 മുതലാണ് നിലവിൽ വരുന്നത്. എപ്പോൾ മുതലാണ്? 1 ജാനുവരി 2004 മുതലാണ് ന്യൂ പെൻഷൻ സ്കീം നിലവിൽ വരുന്നത്. പിന്നീട് ഇത് നാഷണൽ പെൻഷൻ സിസ്റ്റം എന്ന പേരിലും നാഷണൽ പെൻഷൻ സ്കീം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. എന്തായിരുന്നു ന്യൂ പെൻഷൻ സ്കീമിലെ രീതി? പോസ്റ്റ് റിട്ടയർമെൻറ്റ് നടത്തുന്ന സമയത്ത് ദേ ക്യാൻ വിഡ്രോ, അതായത് ഇത് ഒരു കോൺട്രിബ്യൂട്ടറി മോഡലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു ഈ ഒരു ന്യൂ പെൻഷൻ സ്കീം എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഒരു കോൺട്രിബ്യൂട്ടറി മോഡലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ കോൺട്രിബ്യൂട്ടറി മോഡലിൽ ഇങ്ങനെ കുറച്ച് ഫണ്ട് ഇട്ടിട്ട് എന്താണ്, ഒരു പെൻഷൻ ഫണ്ടിലേക്ക് ഇവരെന്ത് ചെയ്യും? ഫണ്ട് ഇട്ടുകൊണ്ടേയിരിക്കും. മനസ്സിലാവുണ്ടോ? എംപ്ലോയിയും ഇട്ടുകൊണ്ടിരിക്കും, എംപ്ലോയറും എന്ത് ചെയ്യും? ഇട്ടുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? സർട്ടൺ പെർസെൻറ്റേജ് വെച്ച് ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ, ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഇത് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന എമൗണ്ടിലെ അവസാനം റിട്ടയർ ആവുന്ന സമയത്ത് ഒരു എമൗണ്ട് ആവുമല്ലോ, അതിലെ പോസ്റ്റ് റിട്ടയർമെന്റ് ദേ ക്യാൻ വിഡ്രോ ഒരു പാർട്ട് ഓഫ് ദ പെൻഷൻ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലംസം എമൗണ്ട് ആയിട്ട് എന്ത് ചെയ്യാം? അവർക്ക് വിഡ്രോ ചെയ്യാം. മറ്റൊരു പാർട്ട് അവർക്ക് എന്ത് ചെയ്യാം? ടു ബൈ ആൻ ആന്യൂറ്റി ഫോർ റെഗുലർ ഇൻകം. ഇത് എന്ത് ചെയ്യാം? ഇതൊരു ആന്യൂറ്റി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം? ഒരു സ്ഥലത്ത് എവിടെയാച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊണ്ടുപോയിട്ടിട്ട് ഒരു റെഗുലർ ഇൻകം ആയിട്ട്, അതിൻ്റെ ഇൻട്രസ്റ്റോ എന്താണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണോ അതിൽ റെഗുലർ ഇൻകം ആയിട്ട് വരുന്ന രീതിയിൽ എന്ത് ചെയ്യാം? ദേ ക്യാൻ യൂസ് ഇറ്റ് ആസ് ആൻ ആന്യൂറ്റി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുകയാണ്? ന്യൂ പെൻഷൻ സ്കീമിൽ കൊടുക്കുകയാണ്. ഇനി ഇത് ആരാണ് നോക്കി നടത്തിയിരുന്നത്? പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടായിരുന്നു. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി PFRDA ആണ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നത്. ഇത് നോക്കി നടത്താനായിട്ട് ഒരു നാഷണൽ പെൻഷൻ സിസ്റ്റം ട്രസ്റ്റിനെയും എന്ത് ചെയ്യുകയാണ്? രൂപീകരിക്കുകയായിരുന്നു. ആര് ചെയ്തത്? PFRDA ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലായ കൂട്ടുകാർക്ക്? ഇനി എന്തൊക്കെയായിരുന്നു ഈ ന്യൂ പെൻഷൻ സ്കീമിൻ്റെ പ്രത്യേകത എന്ന് കൂട്ടുകാർ മനസ്സിലാക്കണം. എന്തൊക്കെയാണ് പ്രത്യേകത അറിയോ? ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ഓൾഡ് പെൻഷൻ സ്കീം ഗവൺമെൻറ് എംപ്ലോയീസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന സമയത്ത് ന്യൂ പെൻഷൻ സ്കീം എങ്ങനെയായിരുന്നു അറിയോ കൂട്ടുകാർക്ക്? ന്യൂ പെൻഷൻ സ്കീം വാസ് ലൈക്ക് ഓൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിങ് NRIs. കണ്ടോ നിങ്ങൾ? ഇൻക്ലൂഡിങ് NRIs ഏജ്ഡ് ബിറ്റ്വീൻ 18 to 70 കുഡ് ഓപ്റ്റ് ഫോർ നാഷണൽ പെൻഷൻ സ്കീം. മനസ്സിലാവുന്നുണ്ടോ? നാഷണൽ പെൻഷൻ സ്കീമിൽ ഇന്ത്യയിൽ ഏതൊരു പൗരനും എന്ത് ചെയ്യാമായിരുന്നു? ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡും ഒന്നുമില്ല, ഓൾ സിറ്റിസൺസ്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് വരെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു സ്കീം. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാം? ഇതിൽ ചേരാൻ പറ്റുമായിരുന്നു. സോ ഓൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിങ് NRIs, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ആണെങ്കിൽ പോലും ഏജ്ഡ് ബിറ്റ്വീൻ 18 to 70, 18 മുതൽ 70 വരെ വയസ്സുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ന്യൂ പെൻഷൻ സ്കീമിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ഒന്നാമത്തെ വലിയ പ്രത്യേകത. ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട്. എന്താണ് ഏജ് എത്രയായിരുന്നു? NRIസിന് പറ്റുമായിരുന്നോ? എല്ലാ സിറ്റിസൺസിന് മാത്രമായിരുന്നോ? ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമായിരുന്നോ? മനസ്സിലാവുണ്ടോ? ഇൻഡിവിജ്വൽസിന് പറ്റുമായിരുന്നോ? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് പറ്റുമായിരുന്നോ? ഇതൊക്കെ എന്ത് ചെയ്യാം? വരാനായിട്ട് സാധ്യതയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതൊരു പാർട്ടിസിപ്പേറ്ററി സ്കീമായിരുന്നു, അഥവാ കോൺട്രിബ്യൂട്ടറി സ്കീമായിരുന്നു. എന്താ കോൺട്രിബ്യൂഷൻ? ദർ ഈസ് എ കോൺട്രിബ്യൂഷൻ ബൈ ദ എംപ്ലോയി ആൻഡ് ദ ഗവൺമെന്റ്. ഇപ്പോൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് ഒരാൾ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഓരോ മാസവും എന്ത് ചെയ്യുകയാണ്? എംപ്ലോയി എന്ത് ചെയ്യുകയാണ്? എംപ്ലോയി ഒരു എമൗണ്ട് ഇടുന്നു, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഇപ്പുറത്തുനിന്ന് എന്ത് ചെയ്യും? ഗവൺമെൻറ്റും എന്ത് ചെയ്യുന്നു? ഒരു എമൗണ്ട് ഇടുന്നു. ഇതിൽ എംപ്ലോയി, ന്യൂ പെൻഷൻ സ്കീമിൽ എംപ്ലോയി ഇട്ടുണ്ടായിരുന്നത് 10% ഓഫ് ഹിസ് സാലറി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നിട്ടുണ്ടായിരുന്നത് 14% ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? 10% എംപ്ലോയി ഇടും, 14% ആരിടും? ഗവൺമെൻറ്റും ഇടും. ഇങ്ങനെയാണ് പോകുന്നുണ്ടായിരുന്നത്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ലംസം ആയിട്ടുള്ള ഒരു എമൗണ്ട് ഇവിടേക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ടായിരുന്നത് റിട്ടയർമെൻറ്റ് ആകുമ്പോഴേക്കും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇനി ഈ ഇടുന്ന എമൗണ്ട് എപ്പോഴും എന്ത് ചെയ്യും? ദർ ആർ സർട്ടൺ പെൻഷൻ ഫണ്ട് മാനേജേഴ്സ്. നമ്മൾ നേരത്തെ അവിടെ ഇതിനു മുമ്പ് നമ്മൾ ഒയാസിസ് പറഞ്ഞ സമയത്ത് ഫണ്ട് മാനേജേഴ്സിനെ പറഞ്ഞില്ലേ? അതുപോലെ ഇവിടെ എന്താണ്? ഇതൊരു പെൻഷൻ ഫണ്ടാണ്. സോ ഈ പെൻഷൻ ഫണ്ട് മാനേജേഴ്സ് ഉണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്യും? ദേ വിൽ ഇൻവെസ്റ്റ് ദിസ് എമൗണ്ട് ഇൻ ഡിഫറെൻറ്റ് സ്കീംസ്. മനസ്സിലാവുന്നുണ്ടോ? ഇവരിത് എന്ത് ചെയ്യും? അതായത് ഇവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഈ ആളുകൾക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻസ് ഉണ്ട്. എത്ര പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ചെറിയ ഓപ്ഷൻസ് എന്തുണ്ട്? ഇവർക്കുണ്ട്. കംപ്ലീറ്റ് ഓപ്ഷൻ എന്നല്ല, ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഇവർക്ക്. ആർക്ക്? ഇടുന്ന ആളുകൾക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. സോ സർട്ടൺ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിലേക്ക് എന്ത് ചെയ്യും? ഇവരിതിടും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു തുകയെ എന്ത് ചെയ്യും? പതുക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാനായിട്ട് അവർ ശ്രമിക്കും. ഇനി റിട്ടയർമെന്റ് ആകുന്ന സമയത്തോ, when they are retiring, ആ സമയത്ത് they can withdraw
60% ഓഫ് ദിസ് കോർപ്പസ്. ഇങ്ങനെ ഇട്ടിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ഈ എമൗണ്ടിൻ്റെ 60% എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആസ് എൻ എമൗണ്ട് ലംസം എമൗണ്ട് ആയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. 60% വിഡ്രോ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇത് ടാക്സ് ഫ്രീ ആയിരിക്കും. ഇതെന്തായിരിക്കും, ടാക്സ് ഫ്രീ ആയിരിക്കും. റിമൈനിങ് 40% എന്ത് ചെയ്യാൻ പറ്റും, ദേ ക്യാൻ ഇൻവെസ്റ്റ് ഇൻ അന്യൂയിറ്റീസ്. അതിൽ നിന്നാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ഈ 60% റിട്ടയർ ചെയ്യുമ്പോൾ ഒരു വലിയ എമൗണ്ട് ആയിട്ട് അവർക്ക് കിട്ടും. പിന്നെയുള്ള 40% ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇറ്റ് വിൽ ബി ലൈക്ക് എൻ അന്യൂയിറ്റി. അതെന്തായിരിക്കും, അത് ടാക്സ്ഡ് ആയിരിക്കും. ഇതിൽ നിന്ന് എന്ത് ചെയ്യും, മാസാമാസം കൃത്യമായിട്ടുള്ള റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആയിരിക്കും അവരുടെ എന്തെന്ന് പറയുന്നത്, അവരുടെ പെൻഷൻ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ഓൾഡ് പെൻഷൻ സ്കീമിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഗവൺമെൻറ് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ലാസ്റ്റ് ഡ്രോൺ സാലറിയുടെ 50% ഞങ്ങൾ നിങ്ങൾക്ക് പെൻഷനായി തരും എന്നൊരു രീതി ഇവിടെ ഉണ്ടായിരുന്നില്ല. അതായത് ഗവൺമെൻറ്റിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന, ഗവൺമെൻറ് കയ്യിൽ നിന്ന് എടുത്ത് ഇങ്ങനെ 50% കൊടുക്കുക എന്ന് പറയുന്ന ഒരു രീതി, ആ ഒരു ഭാരം ഗവൺമെൻറ് തോളിൽ നിന്ന് എന്ത് ചെയ്തു, കളയുകയായിരുന്നു ചെയ്തിരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതായിരുന്നു എന്തെന്ന് പറയുന്നത്, ന്യൂ പെൻഷൻ സ്കീമിൻ്റെ ഒരു രീതി ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, UPSലേക്ക് വരികയാണ്, യൂണിഫൈഡ് പെൻഷൻ സ്കീമിലേക്ക് എന്ത് വരികയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ, ഈ ന്യൂ പെൻഷൻ സ്കീമിൻ്റെ ഈ രീതികൾ കൊണ്ട് എന്താണ് ശരിക്കും ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒന്നാമത്തെ കാര്യം എന്താണ്, ഈ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു പെൻഷൻ ഡെപ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ഈ പെൻഷൻ കൊണ്ടുണ്ടാകുന്ന ഈ കടം അതെന്ത് ചെയ്യുകയാണ്, അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ആദ്യം ചെയ്യുന്നത് അല്ലേ. ഇനി ഈ ന്യൂ പെൻഷൻ സ്കീമിൽ ആംഡ് ഫോഴ്സുകൾ എന്തായിരുന്നില്ല, ഉൾപ്പെടുത്തിയിരുന്നില്ല. ആംഡ് ഫോഴ്സസ് എന്തിൽ ഉണ്ടായിരുന്നില്ല, ഈ ന്യൂ പെൻഷൻ സ്കീമിൽ ഈ ആംഡ് ഫോഴ്സസ് ഉണ്ടായിരുന്നില്ല എന്ന കാര്യം എന്ത് ചെയ്യുക, കൂട്ടുകാർ വളരെ കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ എന്താണ്, ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണല്ലേ. ഇൻവെസ്റ്റ് എവിടെയാണ് ചെയ്യുന്നത്, മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഈ മാർക്കറ്റ് എപ്പോഴും എന്തായിരിക്കാം, ഇത് വോളട്ടൈൽ ആയിരിക്കാം. എന്തായിരിക്കാം, വോളട്ടൈൽ ആയിരിക്കാം. വോളട്ടൈൽ ആവുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം, അത് ഒരു പ്രെഡിക്റ്റബിലിറ്റി ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു രീതിയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണ്, ഈ പുതിയ പെൻഷൻ സ്കീമിൽ ചേരേണ്ടി വന്ന ആളുകൾക്ക് വളരെ എന്താണ്, ഒരു വിമർശനം അവർ തുടങ്ങുകയാണ്. ഇത് ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പഴയ പെൻഷൻ സ്കീം കൊണ്ടുവരണം എന്നൊരു വലിയ ബഹളമായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നോക്കൂ, മാർക്കറ്റിൽ ഇടുന്നത് കൊണ്ട് തന്നെ ഈ എമൗണ്ട് മാർക്കറ്റിൽ ഇടുമ്പോൾ ഇത് വോളട്ടൈലാണ്. മാർക്കറ്റ് എങ്ങാനും ക്രാഷ് ആയാൽ എന്ത് ചെയ്യും, ഇവരിട്ട എമൗണ്ടിൽ നിന്നും താഴെയുള്ള എമൗണ്ടേ വരികയുള്ളൂ അല്ലേ. അപ്പോൾ അതൊരു എന്താണ്, ഒരു പ്രശ്നമാണ്. പക്ഷെ അതിന് നേരെ തിരിച്ചിട്ടുള്ള കാര്യമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? നേരെ തിരിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം, അതായത് ഇപ്പോൾ 2 കോടിയാണ് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ലപോലെ, ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ 2 കോടി കിട്ടേണ്ടത് ചിലപ്പോൾ എന്ത് ചെയ്യും, കൂടിയിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ 5 കോടി കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഒരു 50 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അതിന് പകരം 1.5 കോടി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ച് എന്ത് ചെയ്യാം, ഇത് ഉയരാനും സാധ്യതയുണ്ട്, പക്ഷേ അവിടെ എന്താണ്, താഴാനും സാധ്യതയുണ്ട്. സോ പെൻഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ എപ്പോഴും ആലോചിക്കുക എന്താ, ഒരു സെക്യൂരിറ്റി വേണമെന്ന് ആലോചിക്കുക അല്ലേ. വളരെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുള്ളൂ, ഇത്തരത്തിൽ വലിയ റിസ്ക് എടുക്കാൻ തയ്യാറാവുള്ളൂ. അപ്പോൾ ഭൂരിഭാഗം ആളുകൾ എന്താ പറയുണ്ടായിരുന്നത്, ഞങ്ങൾക്ക് ആ റിസ്ക് ഒന്നും വേണ്ട, ഒരു സർട്ടൻ എമൗണ്ട് ഞങ്ങൾക്ക് തരുമെന്നുള്ള ഉറപ്പ് മതി, അതാണ് ഞങ്ങൾക്ക് എന്താണ് താല്പര്യം. പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ 99% ആളുകളും ഇങ്ങനെ പറഞ്ഞു എന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു. നമുക്കറിയില്ല കൃത്യമായിട്ട് എന്താണ് എന്നുള്ളത്, ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഗവൺമെൻറ് എന്ത് തീരുമാനിക്കുകയാണ്, എന്നാൽ പിന്നെ യൂണിഫൈഡ് പെൻഷൻ സ്കീം കൊണ്ടുവരാം. അതായത് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നുള്ള നല്ല നല്ല കാര്യങ്ങളെല്ലാം കൂടി എടുത്തിട്ട് എന്താണ്, എന്ത് ചെയ്യുകയാണ്, ഒന്നിച്ച് കൊണ്ടുവരിക എന്നൊരു രീതി എന്ത് ചെയ്യുകയാണ്, എടുക്കുകയാണ്. നോക്കൂ, എന്തൊക്കെയാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീമിൽ നമ്മൾ അറിയാനുള്ളത്. ഇത് ഗവൺമെൻറ് പുറത്തുവിട്ട അതേ PDF നിന്ന് അങ്ങനെ എടുത്തിട്ട് ഇട്ട ലൈനുകളാണ്. നിങ്ങൾ ചിലപ്പോൾ ഇത് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് സൈറ്റിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാകും. ചില ആളുകൾ അതേ ലൈനുകളാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി നോക്കൂ, ദർ ഈസ് എൻ അഷ്വേർഡ് പെൻഷൻ. ഒരു ഉറപ്പുള്ള പെൻഷൻ എന്തുണ്ട്, ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഇത് എത്രയാണ്, 50% ഓഫ് ദ ആവറേജ് ബേസിക് പേ ഡ്രോൺ ഓവർ ദ ലാസ്റ്റ് 12 months prior to superannuation for a minimum qualifying service of 25 years. വളരെ ചുരുക്കി പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ലാസ്റ്റ് ഡ്രോൺ സാലറി, അതായത് ആവറേജ് ബേസിക് പേ ഡ്രോൺ ഓവർ അവസാന 12 മാസത്തിൽ എടുത്ത സാലറി ഒക്കെ കൂടിയിട്ട് എന്ത് ചെയ്യും, കണക്കാക്കിയിട്ട് അതിൻ്റെ ആവറേജ് കണക്കാക്കും. ലാസ്റ്റ് 12 മാസത്തിൻ്റെ ആവറേജ് കണക്കാക്കും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ ആവറേജ് മന്ത്ലി സാലറി കിട്ടില്ലേ, അതിൻ്റെ 50% പെൻഷൻ. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇത് ആർക്കാ കിട്ടുക, 25 വർഷം സർവീസ് പൂർത്തിയാക്കിയ ആൾക്കാർക്കാണ് ഈ 50% ഓഫ് ലാസ്റ്റ് ഡ്രോൺ സാലറി കിട്ടുക. ലാസ്റ്റ് ഡ്രോൺ സാലറി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ലാസ്റ്റ് 12 മാസത്തിൻ്റെ ആവറേജ്.
ഓക്കെ, അതാണ് ലാസ്റ്റ് ഡ്രോൺ സാലറി. സോ ലാസ്റ്റ് ഡ്രോൺ സാലറി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ലാസ്റ്റ് 12 മന്തിൻ്റെ ആവറേജ് ആണ്. ഈ ലാസ്റ്റ് ഡ്രോൺ സാലറിയുടെ 50% എന്ത് ചെയ്യും, പെൻഷനായിട്ട് കിട്ടും. ഇങ്ങനെ കിട്ടണമെങ്കിൽ എത്ര വർഷം പൂർത്തിയാക്കിയിരിക്കണം സർവീസ്? 25 വർഷം പൂർത്തിയാക്കിയിരിക്കണം. ഇനി 25 വർഷം പൂർത്തിയാക്കാത്ത ആളുകൾക്കോ, അവർക്ക് പ്രപ്പോർഷനേറ്റ് ആയിട്ട് കിട്ടും. പ്രപ്പോർഷനേറ്റ് ഫോർ ലെസ്സർ സർവീസ് അപ് ടു എ മിനിമം ഓഫ് 10 ഇയേഴ്സ്. ഇനി 25 വർഷത്തിന് താഴെയാണ് എന്ന് വിചാരിക്കുക. 25 വർഷത്തിന് താഴെയുള്ള ആളുകൾക്കാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ കിട്ടും? ഓരോ കൂട്ടുകാർക്ക് പ്രപ്പോർഷനേറ്റ് ആയിട്ട് കിട്ടും. എത്ര വർഷം വരെ? മിനിമം പക്ഷേ 10 വർഷമെങ്കിലും അവരെന്ത് ചെയ്യണം, ജോലി ചെയ്തിരിക്കണം. മിനിമം ഓഫ് 10 ഇയേഴ്സ് ഓഫ് സർവീസ്. അപ്പോൾ 10 വർഷം സർവീസ് മുതൽ 25 വർഷം സർവീസ് വരെ നമ്മൾ എന്ത് ചെയ്യാണ്, കണക്കാക്കുകയാണ്. 25 വർഷം സർവീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ആളുകൾക്ക് 50% ഓഫ് ലാസ്റ്റ് ഡ്രോൺ സാലറി. ലാസ്റ്റ് ഡ്രോൺ സാലറി എന്ന് വെച്ചാൽ എന്താണ്? ലാസ്റ്റ് 12 മന്തിൻ്റെ ആവറേജ് സാലറി 50% എന്ത് ചെയ്യും, അവർക്ക് ലഭ്യമാകും. മനസ്സിലാവുണ്ട്? 25 വർഷം ഒരാൾ പണിയെടുത്തിട്ടുണ്ട്, 25 അതിൽ കൂടുതലുമുള്ള ആളുകൾക്ക് 50% ഓഫ് ലാസ്റ്റ് ഡ്രോൺ സാലറി എന്ത് ചെയ്യും, ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഇനി കുറവാണെങ്കിലോ, 20 വർഷം ആളുള്ളൂ എന്നുണ്ടെങ്കിലോ 50% ആയിരിക്കില്ല. അത് ചിലപ്പോൾ എത്രയായിരിക്കും? ചിലപ്പോൾ 43% ആയിരിക്കും. ഇത് ഞാൻ വെറുതെ പറയുകയാണ്, ഉദാഹരണം. ഒരാൾ 15 വർഷം അയാൾ വർക്ക് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലോ 15 വർഷമാണെങ്കിൽ ചിലപ്പോൾ എത്രയായിരിക്കും? ചിലപ്പോൾ 39 ആയിരിക്കാം. ഇനി എത്രയാണ്? 13 വർഷമാണെങ്കിലോ അത് ചിലപ്പോൾ എത്രയായിരിക്കും? 30% ആയിരിക്കാം. ഞാൻ വെറുതെ പറയുകയാണ്. അപ്പോൾ പ്രപ്പോർഷനേറ്റ്, അതാണ് ഈ പ്രപ്പോർഷനേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ പ്രപ്പോർഷനേറ്റ് ഫോർ ലെസ്സർ സർവീസ്, 25ലും കുറഞ്ഞ ലെസ്സർ സർവീസ് ഉള്ള ആളുകൾക്ക് അതിൻ്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, എമൗണ്ട് കിട്ടും. പക്ഷേ മിനിമം എത്ര വേണം? 10 വർഷത്തെ സർവീസ് എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് ഇവിടെ എന്താ പറയുക, പെൻഷൻ കണക്കാക്കുന്നതെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇനി there is an assured family pension of 60% of the pension of the employee immediately before her or his demise. ഒരാൾ മരണപ്പെടുകയാണ്, ഈ പെൻഷനർ എന്ന് വിചാരിക്കുക. ആ ആള് ഹിസ് ഓർ ഹെർ, അവരുടെ മരണത്തിന് ഇമ്മീഡിയറ്റ്ലി ബിഫോർ, തൊട്ട് മുൻപ് എത്രയായിരുന്നു അദ്ദേഹത്തിന് പെൻഷൻ കിട്ടിയിരുന്നത്, അതിൻ്റെ 60% എന്ത് ചെയ്യും, ഫാമിലി പെൻഷനായിട്ട് ആ ഫാമിലിക്ക് അവൈലബിൾ ആക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ മരണപ്പെടുന്നതിന് തൊട്ട് മുൻപ് എത്ര പെൻഷൻ കിട്ടിയിരുന്നു, ആ പെൻഷൻ്റെ 60%, ശമ്പളത്തിൻ്റെ അല്ല, അവസാനത്തെ ലാസ്റ്റ് കിട്ടിയ ശമ്പളത്തിൻ്റെ അല്ല, ലാസ്റ്റ് അദ്ദേഹത്തിന് കിട്ടിയ പെൻഷൻ്റെ 60% എന്ത് ചെയ്യും, ഫാമിലി പെൻഷനായിട്ട് അവൈലബിൾ ആക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ദർ ഈസ് ആൻ അഷ്വേർഡ് മിനിമം പെൻഷൻ. ഇതെന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് കിട്ടുക എന്ന് പറഞ്ഞില്ലേ. മിനിമം 10 വർഷമെങ്കിലും ജോലി എടുത്തിരിക്കണം. ആ 10 വർഷം ജോലി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, പ്രപ്പോർഷനേറ്റ് ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എന്താണ്, ഒരു കാര്യം കൂടി ഗവൺമെൻറ് പറയുകയാണ്. നോക്കൂ, നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ, നിങ്ങളോട് ഏറ്റവും ആദ്യം കാണിച്ച സമയത്ത് ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? അഷ്വേർഡ് പെൻഷൻ എന്താണ്, ഇപ്പം 50% എന്ന് പറഞ്ഞിട്ട് എന്താണ്, അഷ്വേർഡ് പെൻഷൻ ഇവർ പറഞ്ഞു അല്ലേ. അതിനൊപ്പം അഷ്വേർഡ് മിനിമം പെൻഷൻ കൂടി ഗവൺമെൻറ് പറയുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ആദ്യം. അതിൻ്റെ അർത്ഥമാണ് ഇവിടെ ഞാൻ കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എന്താണ്? നോക്കൂ, ദർ ഇസ് ആൻ അഷ്വേർഡ് മിനിമം പെൻഷൻ ഓഫ് ₹10,000, 10,000 രൂപ പെർ മന്ത് ഒരു അഷ്വേർഡ് എന്താണ്, മിനിമം പെൻഷൻ ഉണ്ട്. അതായത് 10 വർഷം സർവീസ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ പ്രപ്പോർഷനേറ്റ് തലത്തിലൊക്കെ കണക്കാക്കിയിട്ട് എന്ത് എമൗണ്ട് വന്നാലും അത് 10,000-ൽ താഴെയാണെങ്കിലും അഷ്വേർഡ് പെൻഷനായിട്ട് 10,000 എന്ത് ചെയ്യും, ആ ആൾക്ക് ലഭ്യമാക്കിയിരിക്കും. സോ 10 വർഷം പൂർത്തിയാക്കിയ ഒരാൾക്ക് 10,000 രൂപ പെർ മന്ത് എങ്കിലും പെൻഷൻ, മിനിമം പെൻഷൻ എന്ത് ചെയ്യും, ലഭിച്ചിരിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് പറയുന്നത്. മനസ്സിലായ കൂട്ടുകാർക്ക്? ക്ലിയർ അല്ലേ? ഇനി ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ്? ഓൺ അഷ്വേർഡ് പെൻഷൻ, ഈ അഷ്വേർഡ് പെൻഷനിലാണെന്നുണ്ടെങ്കിലും ഓൺ അഷ്വേർഡ് ഫാമിലി പെൻഷൻ ഓർ അഷ്വേർഡ് മിനിമം പെൻഷൻ, ഈ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു, നമ്മൾ മിനിമം പെൻഷൻ സംസാരിച്ചു, ഫാമിലി പെൻഷൻ സംസാരിച്ചു, അഷ്വേർഡ് പെൻഷനും 50%-ൻ്റെയും നമ്മൾ സംസാരിച്ചു അല്ലേ. ഇനി എന്താണ് ഡിയറൻസ് റിലീഫ്. ഇതെല്ലാം എന്തായിരിക്കും? ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഫോർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്. നമ്മളത് എന്താ ഇൻഫ്ലേഷനിൽ അതൊക്കെ പഠിച്ചിട്ട് കൂടെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ബേസ്ഡ്, റൂറൽ വർക്കേഴ്സ് അല്ലേ, പല വർക്കേഴ്സ്, ഓരോന്നിൻ്റെയും ഓരോ ബേസിസിലുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ കണക്റ്റഡ് ആയിരിക്കും ഏത്, ഈ ഒരു എമൗണ്ടുകളൊക്കെ. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? അതായത് ഇൻ കേസ് ഓഫ് സെർവിങ് എംപ്ലോയീസ്, അതായത് എങ്ങനെയാണോ സെർവിങ് എംപ്ലോയീസിന് ഈ രീതിയിൽ ഇൻഫ്ലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് എന്താ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് വെച്ചാൽ എന്താ കൂട്ടുകാരുടെ അർത്ഥം? എന്താണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്? വില കൂടിക്കൊണ്ടിരിക്കും അല്ലേ. ഓരോ എന്താ പറയുക, ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം സാധനങ്ങളുടെ വില കൂടുന്നുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യും, എല്ലാ വിലയും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പെൻഷൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടതുണ്ട്, അതനുസരിച്ച് ഈ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അനുസരിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഉയർത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് എന്താണ്, അവർക്ക് അതുകൊണ്ടൊരു ഉപയോഗമില്ലാണ്ടായി മാറും.
അല്ലേ? 10,000 രൂപ അല്ലെങ്കിൽ ഒരു പെൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരു സർട്ടൺ എമൗണ്ട് ആയിരിക്കും എല്ലാത്തിൻ്റെയും വില. ഇപ്പോൾ ആ വില 10% കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യേണ്ടതുണ്ട്? ആസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ടിട്ട് സെർവിങ് എംപ്ലോയീസിന് എങ്ങനെയാണോ ശമ്പളത്തിലും ഡിയറൻസ് എന്താ പറയുക അലോവൻസിലൊക്കെ കൂട്ടി കൊടുക്കുന്നത്, അതുപോലെ ഇവിടുത്തെ എന്താണ് ബാക്കിയുള്ള ഈ അഷ്വേർഡ് പെൻഷൻ, ഫാമിലി പെൻഷൻ, മിനിമം പെൻഷൻ ഇത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? കൃത്യമായിട്ടുള്ളൊരു മാറ്റം ഇൻഫ്ലേഷൻ അനുസരിച്ച് കൊണ്ടുവരേണ്ടതുണ്ട് എന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ് അത് കൃത്യമായിട്ട് വരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? കൃത്യമല്ലേ? ഇനി എ ലംസം പേയ്മെൻറ്റ് അറ്റ് സൂപ്പർ ആനുവേഷൻ ഇൻ അഡീഷൻ ടു ഗ്രാറ്റുവിറ്റി. അതായത് ഗ്രാറ്റുവിറ്റി എന്താണ്? ഗ്രാറ്റുവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളൊപ്പം ഇത്രയും കാലം പണിയെടുത്തതിന് പേരിൽ ഒരു എന്താണ് ഒരു ടോക്കൺ ഓഫ് താങ്ക്സ് പോലെ എന്ത് ചെയ്യും? കൊടുക്കുന്ന ഒരു രീതിയാണ് ഏതെന്ന് പറയുന്നത്? ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്, അല്ലേ? ഇനി ഗ്രാറ്റുവിറ്റിക്ക് പുറമെ എന്താണ് ഒരു ലംസം എമൗണ്ട് ഉണ്ടാകും. അപ്പോൾ നോക്കൂ, ഓൾഡ് പെൻഷൻ സ്കീമിൻ്റെയും ഇവിടുത്തെ സ്കീമിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? ലംസം എമൗണ്ട് എന്താണ്? ലംസം എമൗണ്ട് കൊടുക്കും ഏത്? റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത്. ഈ ലംസം എമൗണ്ട് എത്രയാണെന്നറിയോ കൂട്ടുകാർക്ക്? അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദിസ് എമൗണ്ട് വിൽ ബി 1/10 ഓഫ് ദ മന്ത്ലി എമോളിമെൻറ്റ്. മന്ത്ലി എമോളിമെൻറ്റ് വെച്ചാൽ എന്താണ്? പേയ്മെൻറ്റും ഡിയറൻസ് അലവൻസും. വർക്ക് ചെയ്യുന്ന സമയത്ത് ഡി എയും പേയ്മെൻറ്റും ഉണ്ടായിട്ടുണ്ടല്ലോ, സാലറിയും ഡി എയും കൂടി കൂട്ടിയിരുന്നതാണ് മന്ത്ലി എമോളിമെൻറ്റ്. ഇതിൻ്റെ 1/10 ഓഫ് മന്ത്ലി എമോളിമെൻറ്റ് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് സൂപ്പറാനുവേഷൻ്റെ ഡേറ്റ് വെച്ചിട്ട് ഫോർ എവ്രി കംപ്ലീറ്റഡ് 6 months ഓഫ് ദ സർവീസ്. അതായത് അദ്ദേഹം എന്താണ് 10 കൊല്ലം വർക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? എത്ര 6 months ഉണ്ട് ഇതിൽ? 6 ഇൻറ്റു എന്ത് വരും? 2 × 10 അല്ലേ? കാരണം എന്താ? ഒരു വർഷത്തിൽ എത്രയാണ്? ക്ഷമിക്കണം, ഇങ്ങനെയല്ല, ഏത് വരും? അങ്ങനെ തന്നെ വരും അല്ലേ? അതായത് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? എല്ലാ 6 monthsൻ്റെയും സർവീസ് എന്ത് ചെയ്യും? ആഡ് ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? എല്ലാ 6 monthsൻ്റെയും എന്ത് ചെയ്യുകയാണ്? ആഡ് ചെയ്യുകയാണ്. സോ 1/10 ഓഫ് ദ എന്താണ് മന്ത്ലി എമോളിമെൻറ്റ്. മാസത്തിലെ എമോളിമെൻറ്റ് പേയും ഡി എയും കൂടിയിട്ടുള്ളതാണ് മാസത്തിലെ എമോളിമെൻറ്റ്. അതിൻ്റെ 1/10 മനസ്സിലാവുന്നുണ്ടോ? സൂപ്പർ ആനുവേഷൻ വരെ എന്ത് ചെയ്യും? എടുക്കും. അദ്ദേഹം എത്ര 6 months ഓഫ് ദ സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ചെയ്യുകയാണ്? എടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇപ്പോൾ 10 വർഷം എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം കംപ്ലീറ്റ് എന്ന് വിചാരിക്കൂ. എത്ര 6 months ഉണ്ട് അതിൽ? 10 × 2 6 months ഉണ്ട് അല്ലേ? അപ്പോൾ 26 മാസങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വർക്ക് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം 15 എന്താ പറയുക വർഷം എന്താ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 15 × 2 36 മാസങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വർക്ക് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? സോ ഇങ്ങനെ ഓരോ 6 monthsനും എന്ത് ചെയ്യും? ഈ 1/10 ഓഫ് ദ എന്ത് കണക്കാക്കും? ഈ എമോളിമെൻറ്റ് കണക്കാക്കും. എന്നിട്ടാണ് അതാണ് എന്തായി കൊടുക്കുന്നത്? ഒരു ലംസം പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അതിനൊപ്പം എന്താണ്? ഗ്രാറ്റുവിറ്റി ഉണ്ടാകും. പിന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? പെൻഷൻ ഫോമുകൾ വരുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇനി ഒരു കാര്യം കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്? കൂട്ടുകാർ എന്ത് ചെയ്യണം? പിന്നെ ഈ കൊടുക്കുന്നതൊന്നും എന്ത് ചെയ്യില്ല? ഇതൊന്നും അഷ്വേർഡ് പെൻഷനെ എന്ത് ചെയ്യുന്നില്ല? ബാധിക്കുന്നില്ല. ഇതൊക്കെ സെപ്പറേറ്റ് ആണ്. അഷ്വേർഡ് പെൻഷൻ എന്ത് ചെയ്യുന്നില്ല? ഇതൊന്നും ബാധിക്കുന്നില്ല. ഇനി ഇതിൽ കോൺട്രിബ്യൂട്ടീവ് ടെൻഡൻസി ഉണ്ടോ? ഉണ്ട്. എംപ്ലോയി എത്ര തന്നെയാണ് വേണ്ടത്? 10% തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? കോൺട്രിബ്യൂഷനായിട്ട് എംപ്ലോയി കൊടുക്കേണ്ടത് 10% തന്നെയാണ്. എംപ്ലോയർ കൊടുക്കേണ്ടത് എത്രയാണ്? അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എമൗണ്ടിന് 18.5% എന്ന തലത്തിലാണ് കൂട്ടിയിട്ടുള്ളത്. ഇതിനു മുമ്പ് സെൻട്രൽ ഗവൺമെൻറ് എത്രയായിരുന്നു? 14% ആയിരുന്നു. ഇപ്പോൾ അത് എത്രയായി കൂട്ടിയിട്ടുണ്ട്? 18.5% ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ടുണ്ട്. കേരള ഗവൺമെൻറ് അപ്പോൾ 18.5%, കേരള ഗവൺമെൻറ് ഇത് എടുക്കുകയാണെന്ന് വിചാരിക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞത് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ കൂടി ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 90 ലക്ഷം ആളുകൾക്ക് ഇത് ഗുണമാവും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഓൾറെഡി എന്താണ് എക്സ്ചേക്കർ ഇത്തിരി ടൈറ്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു രീതി എടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് 18.5% ഇടാനായിട്ട് സാധിക്കുമോ എന്നൊരു ഡൗട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പറയുന്നുണ്ട്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? ഇനി എന്താണ് അവസാനം നമ്മൾ സംസാരിച്ച് വരുന്ന സമയത്ത് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് കൂട്ടുകാരെ? ഇത് ഓപ്ഷൻ കൊടുക്കുകയാണ് അടിസ്ഥാനപരമായിട്ട് അല്ലേ? അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്താണ്? ഓപ്ഷൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ന്യൂ പെൻഷൻ സ്കീമിൽ വേണമോ അതോ എന്തിൽ വേണമോ? നിങ്ങൾക്ക് യൂണിഫൈഡ് പെൻഷൻ സ്കീം പുതിയ സ്കീമിലേക്ക് നിങ്ങൾക്ക് വരയണമോ എന്ന് കൊടുക്കുകയാണ്. NPS-ലാണെങ്കിൽ എന്താണ്? മാർക്കറ്റ് റിസ്കുകളുണ്ട്. പക്ഷെ അതനുസരിച്ച് എന്ത് ചെയ്യാം? അതനുസരിച്ച് റിട്ടേണും അതിനനുസരിച്ച് കൂടാൻ സാധ്യതയുണ്ട്. സോ മാർക്കറ്റ് റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ തുടരാം. അല്ല എന്താണ്? ഒരു അഷ്വേർഡ് പെൻഷൻ എന്ന രീതിയിലാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം എന്ന രീതിയിൽ ഒരു എന്ത് കൊടുക്കുകയാണ്? ഓപ്ഷൻ കൊടുക്കുകയാണ് ഗവൺമെൻറ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്. മനസ്സിലായ കൂട്ടുകാർക്ക്? സോ കൂട്ടുകാർക്ക് എന്താണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്നും ഓൾഡ് പെൻഷൻ സ്കീം, ന്യൂ പെൻഷൻ സ്കീം എല്ലാം കൃത്യമായിട്ട് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ എന്ത് ചെയ്യുക? രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക.